ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ കുക്കിംഗ് അല്ലെങ്കിൽ വ്ളോഗ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് 2-3 ദിവസം, 3 അല്ല ഒരു 4 ദിവസമൊക്കെ ആയി തോന്നണില്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണെന്നറിയില്ല, രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി ഭയങ്കര ഫുൾ ബോഡി പെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആവണില്ല, വോയിസ് ഓവർ കൊടുക്കാനും തോന്നണില്ല. അങ്ങനെ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനൊരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് എന്തായാലും നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇതിപ്പോൾ തിരക്ക് പിടിച്ച് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹസ്ബൻഡിന് വെള്ളച്ചോറ് മതി കഴിച്ചുകൊണ്ട് പോകാനായിട്ട്, ഈ പലഹാരമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ വെള്ളച്ചോറ് മതിയല്ലോ ആശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആൾ ഇങ്ങനെ കുളിക്കാൻ പോയ സമയത്താണ് ഞാൻ വെള്ളച്ചോറ് ഉണ്ടാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് തൈരില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ തൈരില്ലാണ്ട് പിന്നെ എന്ത് വെള്ളച്ചോറല്ലേ, അപ്പോൾ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കണം കേട്ടോ. വലിയ ആർഭാടങ്ങളും അലങ്കാരങ്ങളും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം അതിനൊന്നും സമയമില്ല, വേഗം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ആൾ കുളിക്കാൻ കയറിയിട്ട് കുറച്ചധികം നേരമായി. അപ്പോൾ ഇപ്പം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വേഗം ആൾ വരുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ കഴിക്കാൻ കൂടി നിൽക്കില്ല, വേഗം പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ തയ്യാറാക്കട്ടെ. അതിൽ ആകെ നാളികേരം ചെരുകിയത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. നാളികേരം ഞാൻ ചിലപ്പോൾ ഉപ്പുമാവ് നമ്മൾ റവയൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം ഇങ്ങനെ ഇടും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വെള്ളം തിളപ്പിക്കില്ല അതിലേക്ക് ഇടാറുണ്ട്. എന്നിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് റവ ഇടും. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മോനെ ഏറ്റവും ദേഷ്യമുള്ള പലഹാരമാണ് കേട്ടോ. പ്രത്യേകിച്ചും സേമിയ വെച്ചിട്ടുള്ള ഉപ്പുമാവ് വെച്ചാൽ പറയേ വേണ്ട. ഇത് പിന്നെയും കഴിക്കും റവ കൊണ്ടുള്ളത്. അത് റവ കൊണ്ടുള്ളത് അങ്ങനെ വൈറ്റ് കളറുള്ളത് വലിയ ഇഷ്ടമില്ല, യെല്ലോ കളറിൽ വരില്ലേ, അതാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്, അതാണ് ഇഷ്ടം. അപ്പോൾ അത് കാണുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ആൾ കഴിച്ചോളും. പിന്നെ ഇതിൻ്റെ കൂടെ വല്ല പഴമോ അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് പഴമൊന്നും ഉണ്ടായില്ല, കറിയും ഉണ്ടാക്കിയിട്ടില്ല. ഞാനിത് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ തലേ ദിവസം കടലയൊക്കെ വെള്ളത്തിലായിരുന്നു, കടലക്കറിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാറുള്ളത്. ഞാൻ ഇത് കണ്ടില്ലേ, ഈ ഒരു ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അതൊന്ന് 2 മിനിറ്റ് അടച്ചു വയ്ക്കും കേട്ടോ. എന്നിട്ട് വീണ്ടും അതിട്ട് ഇങ്ങനെ ഇതാക്കി ഇളക്കിയെടുത്തിട്ട് എന്നിട്ടാണ് കഴിക്കാം. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ എനിക്ക് വന്നപ്പോഴേക്കും ഹസ്ബൻഡൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്, മക്കളൊക്കെ എനിക്ക് വരും ഉറക്കത്തിൽ നിന്ന്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ കൂടെ കട്ടൻ ചായ കൂട്ടി കഴിച്ചോളും, ചായയോ കട്ടൻ ചായയോ ഒക്കെ. അപ്പോൾ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്കാണ് കിടക്കുന്നത്. കണ്ടില്ലേ, കട്ടൻ ചായക്കുള്ള വെള്ളം തിളപ്പിച്ചേക്കണം. അപ്പുറത്തടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇപ്പോൾ മട്ട റൈസാണ് കേട്ടോ. അപ്പോൾ മട്ട റൈസായ കാരണം കൊണ്ട് നമ്മൾ എന്താ പറയുക, നേരത്തെ തിളപ്പിച്ച് അത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോൾ ഒന്ന് എടുത്ത് തിളപ്പിച്ചിട്ടൊന്ന് വാർത്ത് വയ്ക്കുക വേണ്ടു. ഇല്ലെങ്കിൽ മോൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും കറികളൊക്കെ ചൂടോടെ വേണം. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി പൊന്നി റൈസ് എന്ന് വെച്ചാൽ വേഗം ഉണ്ടാക്കി, പിന്നെ ഈ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ നമ്മൾ കഴിക്കുന്ന വരെ ചൂടാറാണ്ട് ഇരുന്നോളും. എന്തായാലും മട്ട റൈസായ കാരണം വേഗം തിളപ്പിച്ച് എന്തായാലും അതിലേക്ക് ഇറക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആ ടെൻഷനില്ലല്ലോ, വെന്തില്ല അതില്ല എന്നുള്ളത്. അങ്ങനത്തെ അതിന് വേണ്ടിയാണ് കേട്ടോ വേഗം മട്ട റൈസായ കാരണം കൊണ്ട് മാത്രം ചോറ് വേഗം വെച്ചത്. അപ്പോൾ ഈ കട്ടൻ ചായക്ക് ഞാൻ ഈ ശർക്കര ഇട്ടിട്ടുള്ള കട്ടൻ ചായ ഉണ്ടല്ലോ, അതാണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കാറുള്ളത്. കുട്ടികൾക്കുള്ളത് ഞാൻ മാറ്റി സെപ്പറേറ്റ് പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കും. എനിക്ക് കട്ടൻ ചായ അതുപോലെ ചായ അതിലൊക്കെ ശർക്കര ഇടുമ്പോൾ ആ ശർക്കരയുടെ ഒരു മണം വരണ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ രണ്ടിലും ഇപ്പോൾ ഇഞ്ചി ചതച്ചിടും. കോഫി ഉണ്ടാക്കുമ്പോൾ എനിക്കങ്ങനെ പ്രശ്നം വരില്ല, കോഫിയുടെ സ്മെല്ലാണല്ലോ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ഇത് കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോഴും അതിൽ ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ടാണ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുടിക്കുക. കുട്ടികൾക്കുള്ളത് ഞാൻ ചൂടാറാൻ വെച്ചിട്ട് പിന്നെ എനിക്കുള്ളതിലാണ് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചൂടാക്കുക. അങ്ങനെ ഇതൊക്കെ അത് കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അരിക്കുള്ള വെള്ളം അപ്പോഴേക്കും തിളച്ചു. അതിൽ അരിയൊക്കെ കഴുകിയിട്ട് എന്നിട്ടാണ് കഴിക്കാനിരുന്നത്.
അപ്പോൾ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെ ഞാൻ മൊബൈലിലൊക്കെ തോണ്ടിയിരുന്നു. കാരണം ടി വി ഒന്നും കാണാൻ കിട്ടില്ല കുട്ടികളെ എണീറ്റ് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കാനുള്ള ഇതിലേക്കൊക്കെ കടന്നത് കേട്ടോ. അപ്പോൾ കറി വെക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഉപ്പേരിയും പിന്നെ പുഴുക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ മതിയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ കറി എന്തായാലും രാത്രിയിലേക്ക് വെക്കേണ്ടി വരും ഹസ്ബൻഡ് വരുമ്പോഴേക്കും. അപ്പോൾ കൈയോടെ തന്നെ കറിയും അങ്ങനെ വെക്കാം വിചാരിച്ചു ഞാൻ. പിന്നെ നേരത്തെ തന്നെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കാണിക്കാൻ മറന്നുപോയി. നമ്മൾ ചായ കുടിക്കണ നേരം കൊണ്ട് പരിപ്പല്ല പയർ, എല്ലാം പൊട്ടത്തരങ്ങളാണ് പറയുള്ളൂ. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പുഴുക്കിന് ഞാൻ പയർ അല്ലെങ്കിൽ മുതിരയായിരുന്നു ഇട്ട് വയ്ക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും പയർ വെക്കാമെന്ന് വിചാരിച്ചു പുഴുക്ക് ഇട്ടിട്ട്. ഒക്കെ തെറ്റാണ്. പുഴുക്കിന് പയറിട്ടിട്ട് കഷ്ണങ്ങളുടെ കൂടെ അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കോവയ്ക്ക വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കോവയ്ക്ക അരിയാണ് കേട്ടോ. പുഴുക്ക് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചിലും അതുപോലെ തന്നെ കൊള്ളിക്കിഴങ്ങ്, ചേന ഒക്കെ ചേച്ചിയും ഹസ്ബൻഡും നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാടൻ ഐറ്റംസൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം അതിങ്ങനെ ഇരുന്നാൽ കേടായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പുഴുക്കൊക്കെ ഉണ്ടാക്കിയാലാണ് ഞങ്ങൾ കഴിക്കുള്ളൂ, ഈ കാച്ചിലൊക്കെ തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കാം. പിന്നെ ലാസ്റ്റ് ഞാൻ പരിപ്പും ഇതുണ്ടല്ലോ കുമ്പളങ്ങ അതും കൂടി കറി വെച്ചു കേട്ടോ, നാളികേരം ചേർത്തിട്ടുള്ള കറി. അപ്പം ഇത് കോവയ്ക്ക അരിഞ്ഞ് അത് ഉപ്പേരി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഉള്ളിയും അതുപോലെ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും ഇതും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് അതിൽ കോവയ്ക്ക അരിഞ്ഞത് ചേർക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് അതൊന്ന് അടച്ചു വെച്ച് ഞാൻ വേവിക്കും. വെള്ളമൊന്നും ചേർക്കില്ല, അതിൽ തന്നെ വെള്ളം ഊർന്ന് വന്ന് ആ ഉള്ള വെള്ളത്തിൽ നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ ആവി വെള്ളം വീഴുമല്ലോ, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കാറില്ല. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അത് തുറന്ന് വെച്ച് നമ്മളൊന്ന് നോക്കുക, വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അടച്ചു വയ്ക്കും. അങ്ങനെയൊക്കെ അങ്ങനെ ലാസ്റ്റ് വേവിച്ച് അതിൽ കുറച്ച് നാളികേരം കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പേരി ഇതിലൊക്കെ നാളികേരം ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഹസ്ബൻഡ് പറയും നീ എല്ലാ ഉപ്പേരിയിലും നാളികേരം ചേർക്കരുത് കേട്ടോ. ഞാൻ എല്ലാത്തിലൊന്നും ഇല്ല, എങ്ങനെ പയറുപ്പേരിയിലൊന്നും ചേർക്കില്ല കേട്ടോ, പയർ വെണ്ടയ്ക്ക സംഭവത്തിലൊന്നും. പക്ഷേ ഇത് പാവയ്ക്ക അതിലൊക്കെ എനിക്ക് ആ പാവയ്ക്കയിലൊക്കെ പ്രത്യേകിച്ചും ആ നാളികേരത്തിൻ്റെ ആ ഒരു മധുരം വരുമല്ലോ, പാവയ്ക്കയുടെ കയ്പ്പ് ഇത്തിരി ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ അതേ പയർ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നിനി തുറന്ന് വെച്ച് ഒന്നും കൂടി ഇത്തിരി ഉപ്പിട്ടിട്ട് വേവിക്കും. പിന്നെ കഷ്ണങ്ങളൊക്കെ ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു കുമ്പളങ്ങ, ഇത് നാടൻ കുമ്പളങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പകുതി എടുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് വെച്ചേക്കണം. ഫ്രിഡ്ജിലായിരുന്നു, അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചൊന്ന് തണുപ്പൊക്കെ പോയ ശേഷമല്ലേ നമുക്കൊന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കയ്യിൽ വെച്ച്. അപ്പോൾ അതിന് വേണ്ടിയാണ് അത് പുറത്തേക്ക് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ കോവയ്ക്കൊക്കെ ആയിട്ടുണ്ടായിരിക്കും. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ആയിട്ടില്ല, ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കും ഞാൻ. ഒന്നും കൂടി എനിക്ക് വെളിച്ചെണ്ണ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കുന്നത് കേട്ടോ നല്ല ഇഷ്ടം. വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ തന്നെ കറി വറുത്തിടുന്നതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെയാണ്. ഇപ്പം ഞാൻ ഒട്ടുമിക്കതും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കും കേട്ടോ. ഇപ്പോൾ ചിക്കൻ വെക്കായാലും ആദ്യം സൺഫ്ലവർ ഓയിൽ ഇത്തിരി ഉപയോഗിക്കൽ കൂടുതലായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ആകെ പപ്പടം കാച്ചാനായിട്ടാണ് സൺഫ്ലവർ ഓയിൽ എടുക്കുക. അപ്പോൾ മീൻ വറുക്കാനൊക്കെ ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. അപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടി. അത് കാരണം കൊണ്ടൊക്കെ ഇപ്പോൾ അതിലാണ് പരിപാടി. കഷ്ണങ്ങളൊക്കെ നുറുക്കുക. എനിക്ക് പുഴുക്ക് വയ്ക്കാൻ വലിയ അറിയണ ആളൊന്നുമല്ല, പക്ഷെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ കേട്ടോ ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഞാൻ പുഴുക്ക് വയ്ക്കാറില്ല. ഇവിടെ അമ്മ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊടുത്ത് വിടുക ചെയ്യാറ് കേട്ടോ. അവിടെ ഉണ്ടാക്കുമ്പോൾ അമ്മ എനിക്ക് തന്നിടാറുണ്ട്. ഇവിടെ ഞങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികളായാലും ഹസ്ബൻഡിനും അതെ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് പുഴുക്കൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, ഒരു നുള്ളല്ല കുറച്ചിട്ടുണ്ട്, ഇട്ടിട്ട് ഞാൻ അത് വേവിക്കാൻ വെക്കാം കേട്ടോ. സെപ്പറേറ്റ് വേവിക്കാൻ വെച്ചാണ്, കാരണം പയർ വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടിയിട്ട് വിസിലടുപ്പിച്ചാൽ ചിലപ്പോൾ വെന്തുടയും. അപ്പോൾ ഉടയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സെപ്പറേറ്റ് വേവിക്കുന്നത്. ഇനി അത് നമുക്കൊരു വിസിലൊക്കെ മതിയാവും. ആ വിസിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങി വെച്ചിട്ട് പയറും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മൾ കോവയ്ക്ക് ഉപ്പേരി ആയി, അതിലേക്ക് നാളികേരം ചേർത്തു. അതങ്ങനെ വാങ്ങി വെച്ചിട്ട് പിന്നെ അപ്പോഴേക്കും ചോറായിട്ടുണ്ടായിരുന്നു. ചോറ് വേഗം വെച്ചൊന്ന് തിളപ്പിച്ചിട്ട് അതങ്ങനെ വാർത്ത് വയ്ക്കും. അത്രേ ഉള്ളൂ. കുക്കറിൻ്റെ ഒരു 2 വിസിൽ വരുത്തി കേട്ടോ, ഞാൻ 2 വിസിൽ വരുത്തി. കാരണം ജസ്റ്റ് ഒന്ന് എന്താ പോലെ ഒന്നിങ്ങനെ വെന്തിങ്ങനെ ഉടയാൻ പരിവാവണം, അതിന് വേണ്ടിയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുക്കർ എനിക്ക് കറി വെക്കാനായിട്ട് പരിപ്പ് വേവിക്കാൻ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ
അത് മൺചട്ടിയിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാടൻ സംഭവങ്ങളൊക്കെ മൺചട്ടിയിൽ വയ്ക്കുന്നത്. അപ്പോൾ പുഴുക്ക് മൺചട്ടിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് മൺചട്ടിയിലേക്ക് മാറ്റി. അപ്പോൾ പുഴുക്കിനുള്ള ആ ഒരു നാളികേരം ഒന്ന് അരച്ചല്ല പറയാം, ചതച്ചെടുത്ത പോലെ ആക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടി നാളികേരവും പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ജീരകവും ചേർത്ത് അതൊന്നൊന്ന് എന്താ പറയുക തിക്കി എടുത്തു എന്ന് എന്തോ പറയുമല്ലോ നമ്മൾ, ഒന്ന് ജസ്റ്റ് ഈ സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് അങ്ങനെ ആക്കുന്നുള്ളൂ, നമ്മൾ അവിയലിനൊക്കെ ആക്കണ പോലെ അങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്തു. അതെ, അങ്ങനെ പറയാം. ഒതുക്കിയെടുത്തിട്ട് അങ്ങനെ എടുത്താൽ മതി എന്നാണ് ഞാൻ കണ്ട വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിത് സിമ്പിളായിട്ടുള്ള, അതായത് തിരുവാതിര നോമ്പിനൊക്കെ ഉണ്ടല്ലോ, ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കില്ല എന്നാണ് പറയുന്നത്. എനിക്ക് ആ സംഭവം അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാതെ ഉള്ള സിമ്പിൾ ഒരു പുഴുക്കാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കറി വയ്ക്കാനുള്ള അത് കുമ്പളങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട്. പിന്നെ പുഴുക്കിനുള്ള കഷ്ണം എന്താ ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റി അതൊന്ന് കുത്തി ഉടയ്ക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമാണ്. അതിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വേവിക്കാനല്ല വെന്തിരിക്കണ്ടല്ലോ, അതിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഒക്കെ കൂടി ഒന്ന് ഒഴിച്ച് എല്ലാം കൂടി ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഉപ്പ് ഞാൻ ഇടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണത്തിൽ ഉപ്പ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതും ഇട്ടിട്ടൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച ശേഷമാണ് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയർ ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴാണ് നാളികേരം, വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ച് ഭയങ്കര ഡ്രൈ ആക്കുന്നില്ല കേട്ടോ, പുഴുക്ക് അത്രയ്ക്കൊന്ന് ഭയങ്കര ഒരു കുഴമ്പൻ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് വെള്ളം ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ഒതുക്കിയെടുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ അതും കൂടി ചേർക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക, അല്ലാണ്ട് തിളച്ച് മറിയണ്ട. ഒന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ, എന്നാലാണ് ആ സ്മെല്ല് നന്നായിട്ട് എടുക്കുള്ളൂ. വേണമെങ്കിൽ കറിവേപ്പിലയും ചേർക്കുക ഈ സമയത്ത് കേട്ടോ. ഞാൻ പിന്നെ പച്ചമുളക് വല്ലാണ്ട് എരിവുള്ളതല്ലെങ്കിൽ കൂടിയും കുട്ടികൾക്ക് കഴിക്കേണ്ടതല്ലെന്ന് വെച്ചിട്ട് ഞാൻ ഓവറായി എരിവൊന്നും ഇടുന്നില്ല കേട്ടോ. എനിക്ക് ഈ പുഴുക്കിൽ കുറച്ച് എരിവൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കുട്ടികൾ ചിലപ്പോൾ കഴിക്കില്ല. അവരുടെ ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. കാരണം നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവരൊന്നും ജീവിതത്തിൽ ഈ സംഭവങ്ങളൊന്നും ടേസ്റ്റ് ചെയ്യാൻ പോകണില്ല വേറെ എവിടെ നിന്നും. കുറച്ചും കൂടി വലുതായി ചിലപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡുകൾ മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പോൾ ഈ കിട്ടുന്ന ടേസ്റ്റുകൾ മാത്രമേ അവർക്ക് ഓർമ്മയിലെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കഴിക്കണമല്ലോ, വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നത്. മോളൻ എരിവ് അടുത്ത് കൂടെ പോയാൽ വേണ്ടാന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എരിവ് കുറച്ചിടുന്നത്. അപ്പോൾ മോളിപ്പോൾ കഴിച്ചു കേട്ടോ, മോളും മോനൊക്കെ കഴിച്ചു. എൻ്റെ പുഴുക്ക് ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, എന്നുവെച്ചാൽ എനിക്കറിയാം ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കി ചിലപ്പോൾ ബാക്കി വരാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഇപ്രാവശ്യം നല്ലോണം എല്ലാവരും കഴിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്രാവശ്യം നല്ല പുഴുക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നില്ല. അങ്ങനെ നമ്മളുടെ പുഴുക്ക് റെഡിയായി. ഇനി കറിക്കുള്ളത് ആ കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മുളക് പൊടിയും പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ മാങ്ങ ഇടണേ, പുളിക്ക് തക്കാളി ഇടുന്നില്ല. ചുമ്മാ ഓരോ വെറൈറ്റി ഓരോന്ന് ഞാൻ പരീക്ഷിക്കില്ല, എനിക്ക് ഒത്തിരി കൂടുതലാണ്. പിന്നെ എന്താ വെച്ചാൽ കറി ഹസ്ബൻഡാണ് കറി വേണമെന്നുള്ള നിർബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഓരോരോ എന്നും ഒരേപോലെ ആയാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ മാറ്റി മറിച്ചൊക്കെ പുളിക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾ ചേർക്കട്ടോ. തക്കാളി ആയിരിക്കാം, മാങ്ങ ആയിരിക്കാം, അല്ലെങ്കിൽ മാങ്ങയുള്ളവരും മാങ്ങ ചേർത്തു, അല്ലെങ്കിൽ പുളി തന്നെ പിഴിഞ്ഞൊഴിക്കും. അങ്ങനെ പിന്നെ ഇത് കറിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നാളികേരം അരച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചില്ല അല്ലേ, അതൊക്കെ ഇവിടെ പോയാൽ ഓട്ടോ ക്ലിപ്പുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ നാളികേരം ഇതാക്കിയിട്ട് ചേർത്തതിന് ശേഷമാണ് വെറുതെ നാളികേരം അരച്ച് അതിൽ ചേർത്തുള്ളൂ കേട്ടോ കറിയിൽ. പിന്നെ വറുത്തിട്ടാണ് ചെയ്യുന്നത്, കടുകും ഉലുവയും ഒക്കെ ഇട്ട് വറുത്തിട്ട് ഉണക്കമുളകൊക്കെ ഇട്ടിട്ട്. ഉലുവ എടുത്തപ്പോൾ അതൊക്കെ ഞാൻ താഴെ കളഞ്ഞു. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒപ്പിക്കണം. എൻ്റെ അടുക്കള നന്നായി കിടക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് നശിപ്പിച്ചുണ്ടാക്കുക, അവിടെയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി വറുത്തിട്ട് കറി അടച്ചു വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കണം കേട്ടോ. പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. അത്ര നേരം കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് കഴിക്കാതിരിക്കുക. അപ്പം ഞാൻ കുറേ പുഴുക്കും കുറേ ഉപ്പേരിയും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പുളിഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ, അമ്മ ഉണ്ടാക്കിയിട്ട് തന്നു വെച്ചതാണ്. അപ്പോൾ ഈ പുളിഞ്ചി കഴിക്കുന്ന ആൾ ഞാനും മോളുമാണ്. മോന് ഇപ്പം നിർബന്ധിച്ച് അവനും കൊടുത്തിട്ട് ഇപ്പോൾ അവന് ഇഷ്ടമായി തുടങ്ങിയിട്ടോ കഴിച്ചു. അപ്പോൾ കുറച്ച് ചോറ് കൊടുത്ത് ഞങ്ങൾ കഴിക്കുക. മക്കൾ ടി വിയിലാണ്, മോള് കണ്ടില്ലേ കഴിക്കുന്നത്, ടി വിയിലേക്ക് നോക്കിയിട്ടാണ്. ഇത് ഇങ്ങനെ കുറച്ച് നേരം നുള്ളി പറക്കിയിരിക്കും,
കുറച്ച് വായിച്ചെല്ലും നല്ലവൾ തന്നെ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വെച്ച് കൊടുക്കും. ലാസ്റ്റ് എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വായിൽ കൊടുക്കും. അത് ചെയ്യുക. ചിലപ്പോൾ വായിൽ കൊടുക്കാൻ സമ്മതിക്കില്ല. രണ്ടുപേരും എന്നെ ഇടയ്ക്കൂടി തല്ലും പിടിക്കും കേട്ടോ, TV കാണാനുള്ള തല്ലുപിടുത്തം. പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഇപ്പോൾ നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങാറുണ്ട് കേട്ടോ, മോനെയും ഒക്കെ കൊണ്ട്, കുട്ടികളെ രണ്ടുപേരെയും കൊണ്ട് നടക്കാൻ. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ തന്നെ കേട്ടോ നിറച്ച് നായ്ക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ ലേക്ക് ഉണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അവിടെ പോയി ഒന്ന് ഒരു റൗണ്ട് 2 റൗണ്ട് എടുക്കാൻ സമ്മതിക്കില്ല മോൾക്ക് ഇഷ്ടമല്ല 2 റൗണ്ട് എടുക്കുക. അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് പണിയൊക്കെ നടക്കണം. ഇപ്പോൾ ആകെ മെറ്റലൊക്കെ ഇട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇഷ്ടിക പോലെ അങ്ങനെ ഇഷ്ടിക വിരിക്കണ സംഭവം ഉണ്ടല്ലോ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ലേക്കിൽ പോയി ഒരു റൗണ്ട് എടുത്തിട്ട് പിന്നെ ഈ താഴെ വന്ന് നടന്നു. അപ്പോഴേക്കും മോൻ കയറിപ്പോയി. മോന് ക്ഷീണം, അവന് TV കാണാനുള്ളത് അടവാണ് കേട്ടോ. അപ്പോൾ നടക്കാൻ വയ്യ, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയി. ഞാനിവിടെ 10 റൗണ്ട് ഇങ്ങനെ എടുക്കും. ഇടയിൽ കൂടെ വണ്ടികൾ വരും, അതാണ് പ്രശ്നം. അപ്പോൾ മോൾ ഓടി നടക്കേണ്ടത്. പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും അവർക്ക് വിശപ്പായി. അപ്പോൾ അവർക്ക് കഴിക്കാൻ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. പിന്നെ വൈകിട്ട് ഞാനിപ്പോൾ മോന് വൈകിട്ട് ചായ കട്ടൻ ചായയൊക്കെ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായി. ഇപ്പോൾ ഞാൻ പതുക്കെ അത് അവൻ മറക്കാൻ വേണ്ടി ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവന് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഇങ്ങനെ തഞ്ചത്തിലൊക്കെ ഞാൻ കട്ടൻ ചായ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കും. പാല് കുടിക്കില്ല രണ്ടും. പിന്നെ വല്ല ചോക്കോസും ഇതൊക്കെ കോൺഫ്ലെക്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും. പിന്നെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ എനിക്ക് വേഗം ഡിന്നർ എൻ്റെ കഴിയല്ലോ. അപ്പോൾ ഞാൻ കോറ വെച്ചിട്ട്, റാഗി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കണം കേട്ടോ. ചുമ്മാ കുറുക്ക് പോലെ ഇത്തിരി വെള്ളം ചേർത്ത് ഒരു നുള്ള് ഉപ്പ് ചേർക്കും കേട്ടോ, ഒരു നുള്ള്. പിന്നെ അതിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇളക്കി ചേർത്തിട്ട് അതിൽ ശർക്കര, മധുരത്തിലുള്ള സംഭവമാണത്, കുറുക്ക് പോലെ. പക്ഷേ കുറുക്കെന്ന് പറയാനും പറ്റില്ല. അതിൽ കുറച്ച് ഇതിടും, എന്താ പറയുക, അതിൽ ഓട്സ് അതിടും. ഓട്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എൻ്റെ ഓട്സ് എന്ന് പറഞ്ഞാൽ ഈ മൾട്ടിഗ്രെയിനാണ്. അതിൽ കുറേ സംഭവങ്ങൾ എന്തൊക്കെയോ വീറ്റ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, പിന്നെന്താ ഇതുണ്ടല്ലോ പംകിൻ സീഡ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഓട്സാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് പിന്നെ അതിൽ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. എനിക്ക് തോന്നുന്നതൊക്കെ എനിക്ക് ചേർക്കും ഞാൻ. അല്ലാണ്ട് ഇതൊന്നും ആരും വെയിറ്റ് ലോസിന് വേണ്ടി ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഈ റാഗി കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കണുണ്ട്. പക്ഷെ ഞാൻ അത് നോക്കി തന്നെ ഓരോന്ന് ഉണ്ടാക്കാൻ വരും. പക്ഷേ എൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിൽ മിക്സ് ചെയ്യും. അപ്പോൾ അത് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് നന്നായി ഇളക്കി അത് വേവിച്ചെടുക്കുക. പിന്നെ എനിക്ക് പാല് അതിലിത്തിരി വേഗം കട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഒരു റാഗി വെന്തില്ലെങ്കിലോ എന്ന് വെച്ചാൽ ഞാൻ പിന്നെയും പാൽ ഇത്തിരിയും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ അത് വെന്ത് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഓട്സ്. ഇനി കഴിക്കാം. അതിൽ കുറച്ച് പംകിൻ സീഡും കോൺഫ്ലെക്സൊക്കെ ചേർത്തിട്ടുണ്ട്. മോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്നോട് എന്തൊക്കെ പറഞ്ഞ് തെറ്റിയിരിക്കുക, അവർക്ക് കഴിക്കാൻ വേറെ എന്തോ ഞാൻ റസ്ക് എന്തോ വെച്ച് കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി കഴിക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് കഴിക്കാനിരിക്കുമ്പോഴൊന്ന് TV തരാൻ പറഞ്ഞാൽ അവർ തരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വിശദമായി എന്താ കാണണമെന്ന് അറിയണ്ടേ. ദേഷ്യപ്പെട്ട മുഖം പിടിച്ചിട്ട് അവരുടെ ടീൻ ടൈറ്റൻസ് കണ്ടുകൊണ്ടിരിക്കലാണ് എൻ്റെ പരിപാടി. ഇപ്പോൾ വേറൊരു രക്ഷയില്ല. അപ്പോൾ ഞാൻ മൊബൈലിൽ ഇപ്പോൾ വീഡിയോ എടുക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കണ്ട് തൃപ്തി അറിയണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.